ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പഴയ നോട്ട് വെച്ചിട്ട് ഒരു കിടക്കച്ചായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നോട്ട് ബുക്കിൻ്റെ ഒരു പേജ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സെൻറ്ററിലേക്ക് കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഞാൻ ഇതുപോലെ റീഫില്ലർ വെച്ചിട്ട് ഇതുപോലെ പേപ്പർ ട്യൂബാക്കി എടുക്കേണ്ടത് കേട്ടോ. ഇതുപോലെ റോൾ ചെയ്ത് പേപ്പർ ട്യൂബാക്കിയിട്ട് അപ്പോൾ നമുക്ക് കുറച്ചധികം റോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ട് വെക്കാം ആദ്യം തന്നെ. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുറച്ച് കട്ടിയിലൊന്ന് റോൾ ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് എത്രയാണോ നീളം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വലുപ്പത്തിലെടുത്തിട്ട് അതിന് നമ്മൾ നേരത്തെ ഈ റോൾ ചെയ്ത് വെച്ച് പേപ്പർ ട്യൂബ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കണം. നല്ല വലിച്ച് ടൈറ്റാക്കിയിട്ട് വേണം ചുറ്റിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പം നിങ്ങൾക്ക് എന്താ തോന്നണേ, വണ്ടിയുടെ ടയർ പോലെ തോന്നുന്നുണ്ടോ? അപ്പോൾ ഇതുപോലെ ഞാൻ വേറൊരു റോളും ഇതുപോലെ നീളത്തിലൊന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വണ്ടിയുടെ ടയർ ഇങ്ങനെ ഉരുളുന്ന ടൈപ്പിലാട്ടോ ഉണ്ടാക്കുന്നത്, കണ്ടോ ഉരുളുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഇതുപോലെ ഒരു റോളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ടയറും കൂടി ഇതുപോലെ ചുറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് വലിച്ച് മുറുക്കി ചുറ്റണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പേപ്പറിനെ കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ചീത്തയായി പോകില്ലേ എന്ന്. ഒരിക്കലുമില്ല. എൻ്റെ കയ്യിലൊരു 4 വർഷം മുന്നോക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കളറിൻ്റെ ഇതനുസരിച്ച് കുറച്ച് ഫെയ്ഡ് ആവുന്നല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ വീലും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഒരു ഹോള് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലൊരു ബാമ്പു സ്റ്റിക്കിന് ആണ് ചുറ്റിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ എത്രയാണോ ടയറിന് വലുപ്പം വേണ്ടതെന്നനുസരിച്ച് അതിന് പോലെ നമുക്കിങ്ങനെ ചുറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു കമ്പിയും കൂടി ഇട്ട് കൊടുക്കേണ്ട, ഒരു ഫ്ലോറൽ വയറും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ഹോൾസിലേക്ക് കൂടെ നമ്മളിതായിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ ആ ഒരു ഷേപ്പിലെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഇളകി പോരാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ വേറെയും ഇതിൽ ഫ്ലോറൽ വയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ബാക്ക് ടയറും കൂടെ നമുക്കൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് ഇനിയിപ്പോൾ ഈ ടയറും കൂടെ എടുത്ത് നമുക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ അത് ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യരുത് കേട്ടോ. അപ്പം ആ ഒരു നമ്മളിങ്ങനെ കറങ്ങാനായിട്ട് വേറൊരു ട്യൂബിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടില്ല, അതാണ് അമർന്നു പോകും. അപ്പോൾ ഞാൻ കുറച്ച് പേപ്പർ ട്യൂബ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബോട്ടിലെടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ പേപ്പർ ട്യൂബ് കട്ട് ചെയ്തൊക്കെ അതിനെ ഒട്ടിച്ച് വെക്കണം. അപ്പോൾ ഞാൻ ഹോട്ട് വെച്ചിട്ടാട്ടോ ഇവിടെ ഒട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ മൊത്തം ഇതുപോലെ എടുത്ത് അങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കണം. അപ്പോൾ അതിന് ബാക്കി വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനിയിപ്പോൾ അതിൻ്റെ മേലിൽ കൂടി ഓരോരോ ട്യൂബ് എടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കണം. ഇനി മേലിലത്തെ ഭാഗത്തൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റ് റെഡിയായി. ഇനി നമുക്കിത് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ആ സൈക്കിളിൻ്റെ മേളിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. കണ്ടോ? അപ്പോൾ കിടക്കാച്ച ഇപ്പോൾ നമുക്ക് കളർ ചെയ്യുന്നില്ലെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് കുട്ടികളുടെ സ്റ്റഡി ടേബിളൊക്കെ പെൻ ഹോൾഡറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫ്ലവറൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ കുറച്ച് വൈറ്റ് ഗ്ലൂവും പിന്നെ കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ല സ്ട്രെങ്ത് ആയിട്ടിരിക്കും. നമുക്ക് തൊട്ട് കഴിയുമ്പോഴത്തേനും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇത് കിട്ടും. പിന്നെ ഇതിന് കളറൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് തൊട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ എങ്ങനെ നമുക്കിത് പേപ്പറാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അത്ര പെട്ടെന്നൊന്നും ചീത്തയാവില്ല. അപ്പോൾ ഞാനിതിന് സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സിൽവർ കളർ കൊണ്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും എനിക്കത്ര ഇഷ്ടമായില്ല. അപ്പോൾ ലാസ്റ്റ് റെഡ് കളർ അതിൻ്റെ മുകളിൽ കൂടി അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെക്കുക. അപ്പോൾ ഇത് നമുക്ക് കുട്ടികളുടെ സ്റ്റഡി ടേബിളിൽ തന്നെ നമുക്ക് പെൻ ഹോൾഡറായിട്ടോ അല്ലെങ്കിൽ ഫ്ലവറൈസ് ആയിട്ടും എല്ലാം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബീഡ്സ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. ഞാനിനി ഇതിൻ്റെ മുന്നിൽ ഒരു ചെറിയ ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലവറൈസ് ആയിട്ടാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഫ്ലവർ ഇട്ടിട്ട് അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ പെൻ ഹോൾഡറായിട്ടാണെങ്കിൽ പെൻ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ പെൻ ഹോൾഡറായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഫ്ലവർ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിക്കെടുക്കാച്ച് ഫ്ലവറൈസ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ അങ്ങോട്ട് ഉരുട്ടി കളിക്കുകയും ചെയ്യാം കേട്ടോ. ഇതുണ്ടോ, നന്നായിട്ട് ഉരുളുന്ന വണ്ടിയൊക്കെ തന്നെയാണ്, കണ്ടില്ലേ? ഇതുപോലെ ഉരുട്ടി കളിക്കാനും ഉപയോഗിക്കാം. അപ്പോൾ അതിന് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.